നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ കോൺഗ്രസിന് കുരുക്കുമുറുകുന്നു. സോണിയയും രാഹുലുമായും ബന്ധപ്പെട്ട 700 കോടിയിൽ പരം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഇഡി നടപടി ആരംഭിച്ചു. കേസിൽ 988 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നതായി അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ ഇഡി തുടർ നടപടികൾ ശക്തമാക്കുന്നതോടെ കോൺഗ്രസ് നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ്. കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുലും സോണിയയുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി ആരംഭിച്ചു. സോണിയയും രാഹുലും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ ലിമിറ്റഡിന്റെ സ്വത്തുക്കളാണ് ഏറ്റെടുക്കുന്നത്. ഡൽഹി, മുംബൈ, ലക്നൌ എന്നിവിടങ്ങളിൽ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിന് രജിസ്ട്രാർമാർക്ക് അന്വേഷണ ഏജൻസി നോട്ടീസ് അയച്ചു. സോണിയയും രാഹുലും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ കമ്പനി നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ ഏറ്റെടുത്തതിലെ ക്രമക്കേടാണ് ഇഡി അന്വേഷിക്കുന്നത്. 5 ലക്ഷം രൂപ മാത്രം മൂലധനമുണ്ടായിരുന്ന യങ് ഇന്ത്യ കമ്പനി നാഷണൽ ഹെറാൾഡിന്റെ ഭൂമി ഉൾപ്പെടുന്ന സ്വത്തുവകകൾ ഏറ്റെടുത്തതിലെ ക്രമക്കേടുകൾ 2013 പുറത്തുവരുന്നത്. കേസിൽ 2022 രാഹുലിനെയും കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയയെയും മല്ലികാർജുന ഖാർഗെ, പവൻകുമാർ ബൻസാൽ തുടങ്ങിയ നേതാക്കളെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. 988 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നതായി കണ്ടെത്തിയ അന്വേഷണ ഏജൻസി 751 കോടിയുടെ അനധികൃത സ്വത്തുക്കൾ ഇതിനോടകം കണ്ടുകെട്ടിയിട്ടുണ്ട്. ജനം, ഡൽഹി.